ഇവിടെ സെക്കൻഡ് ഓറ. ഇവിടെ നമുക്ക് ഡയറി, പെൻസിൽ ബോക്സ് ഒക്കെ വെക്കാം. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓറയുണ്ട്. ഇത് നമുക്ക് നോട്ടൊക്കെ വെക്കാം. ഞാൻ ഇത് നോട്ടൊക്കെ വെക്കാനായിട്ട് എടുക്കുള്ളൂ. പിന്നെ അവിടെ തന്നെ അതിൻ്റെ കൊച്ചു 2 ഓറയുണ്ട്. മീൻസ് നമുക്ക് അറിയായിരിക്കും, എന്താ പറയുക, പെൻസിൽ പെന്നൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇങ്ങനെ ഒരു ഓറ വരും. 2 എണ്ണം ഉണ്ടത്. ഞാൻ ഇതെല്ലാം മേടിച്ചത് ഇവിടെ തിരുവനന്തപുരത്തുള്ള പോലീസ് ക്യാമ്പിൽ. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. നന്ദാവനത്തു നന്ദാവനം പോലീസ് സ്കൂൾ, ബാക്ക് ടു സ്കൂൾ. ഇത് നടന്നപ്പോഴാണ് ഞാൻ പോയി മേടിച്ചത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ വലിയൊരു ഓറയുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ടെക്സ്റ്റ് ഒക്കെ വെക്കാം. ഞാൻ ഇതിൽ ടെക്സ്റ്റ് ഒക്കെയാണ് വെക്കണം. പിന്നെ ഇനി നമുക്ക് ലഞ്ച് ബാഗിലോട്ട് പോവാം. ഇത് ഏത് ബ്രാൻഡ്? പാസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ലൂണാറിന്റെ ബാഗാണ്. ഇതിന് പ്രൈസ് എത്രയാ? 989 റുപ്പീസാണ്. ഓഫർ ഉണ്ടായിരുന്നു. 700 എത്രയാണ് കിട്ടിയത്. ഇതാണ് ലഞ്ച് ബാഗ്. ഇത് ഒരു കുഞ്ഞ് ലഞ്ച് ബാഗാണ്. നമ്മൾ അവിടെ തന്നെ ബോട്ടിലൊക്കെ മേടിച്ചപ്പോൾ ബോട്ടിലൊക്കെ വച്ച് നോക്കിയിട്ടാണ് മേടിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ കഴിഞ്ഞ വർഷത്തെ പൗച്ച് എന്താ ഇതിൻ്റെ അകത്ത് എൻ്റെ കുപ്പി ഭയങ്കര പൊങ്ങി നിന്നു. എൻ്റെ കുപ്പി ഭയങ്കര ഹൈറ്റ് ആയിട്ട് പൊങ്ങി നിന്നു. നമ്മളിപ്പോൾ ബോട്ടിലൊക്കെ വച്ച് നോക്കിയിട്ടാണ് എടുത്തത്. ഇവിടെ വലിയ സ്പേസ് ഉണ്ട്. നമുക്ക് ലഞ്ചും സ്നാക്സും ഒക്കെ വെക്കാം. പിന്നെ ഇതിൽ കുറേ വള്ളിയുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ എന്തിനാ ഇത്തരം വള്ളിയിൽ തോളെ തൂക്കിക്കൊണ്ട് നടക്കാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 415 ആണ്. ഇതിന് ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ഇവിടെ ഒരു സൈഡിൽ ഒരു വലിയ ബോട്ടിൽ വെക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ ബോട്ടിൽ വെക്കാൻ ഞാൻ അകത്താണ് വെക്കുന്നത്, അല്ലെങ്കിൽ സേഫ് അല്ല. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ഓറയുണ്ട്. ഇത് ഇത്രേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ അകത്ത് എൻ്റെ സ്നാക്സ് ലഞ്ച് ടവലൊക്കെ ലഞ്ച് ബോക്സ് പോലും ടവലൊക്കെ അതിൻ്റെ അകത്ത് വെക്കും. നല്ല ഭംഗിയല്ലേ. ഇത് 2 മാച്ചിങ് ആണ്. പിന്നെ എൻ്റെ ബോട്ടിൽ, ഇതാണ് എൻ്റെ ബോട്ടിൽ. ഇത് ഞാൻ പോലീസ് ക്യാമ്പിൽ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ലാത്തതിനോട് പുതിയതാണെന്ന് തോന്നുന്നു. ഇത് വലിയ ഇഷ്ടപ്പെട്ടു. 2 കളറും ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അന്ന് മേടിച്ചു. എന്താ ഇതിൻ്റെ റേറ്റ് എത്ര? ഇതിന് ഓഫർ ഉണ്ടായിരുന്നു. ഇത് വാക്കിംഗ് ബൈ ബെർഗ് കണ്ടൂടാ. ഇത് നല്ല ബോട്ടിലാണ്. ഇതിൻ്റെ റേറ്റ് കാണുകയാണെങ്കിൽ പറഞ്ഞേക്കാം. ഇത് കണ്ടോ, ഇത് ഒരു പ്രത്യേക ഷേപ്പാണ്. ഇങ്ങനെ നമുക്ക് പിടിച്ചോണ്ട് നോക്കാൻ പറ്റും. ഇത് തൊട്ടാൻ പറ്റില്ല. ഇത് ഒടിഞ്ഞു പോയാലും അകത്തോട്ട് അധികം ഡാമേജ് കാണില്ല. ഇവിടെ മാത്രം ഒട്ടിച്ച് വെച്ചിരുന്ന ഒരു സിലിക്കോൺ ടൈപ്പാണ്. പിന്നെ ഇത് വുഡാണ് കേട്ടോ. ഇത് 2 വുഡാണ്, റിയൽ വുഡ്. പിന്നെ ഇത് വെറുതെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരുന്നു സിലിക്കോൺ മെറ്റീരിയൽ. നമുക്കിങ്ങനെ പിടിച്ചോണ്ട് നടക്കാൻ വേണ്ടി ഒടിഞ്ഞു പോയാൽ അകത്തൊന്നും പറ്റില്ല. അകത്ത് വലിയ സ്പേസ് ആണ്. അകത്ത് സ്റ്റീല്, പുറത്തും ഒരു സ്റ്റീൽ പോലത്തെ. ഇവിടെ 2 വുഡാണ്. ഫ്ലാസ്ക് ആണ് കേട്ടോ. ഇത് ഫ്ലാസ്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ചൂടുവെള്ളമൊക്കെ അങ്ങനെ ഇരിക്കണം, ചൂടായിട്ട് അങ്ങനെ ഇരിക്കും. പിന്നെ എൻ്റെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഞാൻ ഇവിടെ നിന്നല്ല മേടിച്ചത്. ഞാൻ വേറെ എടുത്ത് ഞാൻ വിചാരിച്ചു എനിക്ക് ഇത്തവണ ലഞ്ച് ബോക്സ് സ്നാക്സ് ബോക്സും വേണ്ട, ബോട്ടിൽ മാത്രം മതി. എൻ്റെ ഉള്ള ഞാൻ കൊണ്ടുപോകാൻ. എൻ്റെ ഉള്ള സ്റ്റീലാണ്. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. എനിക്ക് വിചാരിച്ച് കൊണ്ടുപോകാമെന്ന്. പക്ഷേ ഞാൻ ഇവിടെ എൻ്റെ ആറ്റിങ്ങൽ രാമേന്ദ്രനിൽ പോയപ്പോൾ എനിക്കൊരു സ്നാക്സ് ബോക്സിനെ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അവിടെ നിന്ന് ലഞ്ച് ബോക്സും മേടിച്ചു. ലുലുന്ന് റിലയൻസിൽ നിന്നാണ് മേടിച്ചാൽ. റിലയൻസിൽ സ്നാക്സ് ബോക്സും മേടിച്ചു. സ്നാക്സ് ബോക്സ് അല്ല, ലഞ്ച് ബോക്സ്. അതിൽ സ്പൂണും കുഞ്ഞൊരു കറിപ്പാത്രം പോലെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ വലിയ പാത്രം ഇതാണ് എൻ്റെ സ്നാക്സ് ബോക്സ്. വലുതാണ്, ഫ്രോസൺ. പണ്ട് ഞാൻ ഒരു കുട്ടി ഫ്രോസൺ ഫാൻ ആയിരുന്നു കേട്ടോ. ഇത് ഒരു സ്പൂണുണ്ട് വലിയൊരു. ഇത് 79 റുപ്പീസാണ്. ഇത് റിലയൻസിൽ നിന്ന് ഓഫർ. റിലയൻസിൽ അല്ലേ, സ്മാർട്ട് ബസ്സാണ്. സ്കൂട്ടി കിട്ടെ. പിന്നെ ഇതിന് വലിയ ഇത്ര ഉള്ളൊരു ഇതുണ്ട് കേട്ടോ. ഇത്ര വലുതാണ്. ഇതിനകത്ത് കൊള്ളോന്നില്ല.
നല്ല ഓഫറിനുണ്ടായിരുന്നു. ഇതും ഓഫറിനുണ്ടായിരുന്നത്. സ്പൈഡർമാൻ, പ്രിൻസസ്, അവഞ്ചേഴ്സ്, ഫ്രോസൺ, സ്റ്റിച്ച്. ഇതിൽ എനിക്ക് കിട്ടിയത് സ്റ്റിച്ചാണ്. ഇതിൻ്റെ അകത്ത് തുറന്ന് ഇങ്ങനെ ഞാൻ ഇത്ര ചോറ കഴിക്കാറുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര മേടിച്ചത്. ഇവിടെ കറിപ്പാത്രം, ഇത് പിന്നെ ഒരു സ്പൂണുണ്ട്. പിന്നെ സ്പൂൺ ഉപയോഗിക്കാറില്ല. പിന്നെ ക്വാളിറ്റി ഉണ്ടോ വെച്ചാൽ അത് എൻ്റെ അമ്മയുടെ തോന്നുന്നു. സ്കൈൻ്റെ ക്വാളിറ്റി എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ഇത് എന്തായാലും ക്വാളിറ്റി കാണാൻ സാധ്യതയില്ല. കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ആക്കിയ ഇതിങ്ങനെ ആക്കിയ സമ്മർ വൈബ്സും ഇങ്ങനെ ആക്കിയ ഹവായി ഇങ്ങനെ ആക്കിയിട്ടുണ്ടോ. ഇതാണ് എൻ്റെ പടം. ഇത് നല്ല ഒരു പേസ്റ്റൽ ബ്ലൂ അല്ലേ. ഞാൻ എൻ്റെ ഇത്തവണത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബ്ലൂ ആണ്. സോറി, നിങ്ങൾ അത് ഒന്ന് കേൾക്കട്ടെ. അതിൻ്റെ വേറെ നമ്മൾ പറഞ്ഞ കേട്ട് അങ്ങനെ പഠിച്ചതൊക്കെ ചേച്ചിനെ വിളിച്ചിട്ട് പൊടിനെ വിളിച്ചു അങ്ങനെ പലതും കിട്ടും. പിന്നെ ഇത്തവണ എനിക്ക് 3 പൗച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരെണ്ണം ആദ്യം മേടിച്ചു, അത് കാണാനില്ല. പിന്നെ രണ്ടാമത് വേറൊരെണ്ണം മേടിച്ചു, പിന്നെ വീണ്ടും മേടിച്ചു. ആദ്യം മേടിച്ചത് രാമേന്ദ്രനിന്നായിരുന്നു, അത് കാണാതായി. അതും ഒരു പേസ്റ്റൽ ബ്ലൂ പോലെ ആയിരുന്നു. ഇത് സ്മാർട്ട് ബസാറിനല്ലേ, സ്മാർട്ട് ബസാറിന് മേടിച്ചു. ഇതിന് 99 റുപ്പീസ്. മറ്റേൻ്റെ വില കാണാത്തോണ്ട് അറിയില്ല, അതും 99 തോന്നുന്നു. ഇതാണ് അത്, ഒരു സ്പേസ് തീമാണ്. ഞാൻ അതും ഇതിനെ പറ്റിയ കളർ തീം പെൻസിലൊക്കെ എടുത്ത് വെച്ചത്. അത്യാവശ്യം പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഇത്ര സ്പേസ് ഒക്കെ ഉണ്ട്. മൂന്നാമത് മേടിച്ചത് ലുലുന്നാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ലുലു ഷോപ്പിങ്ങിന് പോയപ്പോൾ, ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോയപ്പോൾ അവിടെ ബാക്ക് ടു സ്കൂളിന്റെ പുറത്ത് നമ്മൾ ബില്ല് ഇതാ ഹൈപ്പർ മാർക്കറ്റാ ബാക്ക് ടു സ്കൂൾ സ്കൂളിന് അത് ഇതുണ്ടായിരുന്നു. ആ പൗച്ചാണ് ഈ പൗച്ച്. ഇതാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത്. ഇതാണ് മൂന്നാമത്തെ പൗച്ച്. ഇതും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഹാർട്ട് ഷേപ്പിലൊക്കെ ഉള്ള ഷിപ്പാണ്, സിബാണ്. ഇതിന് മാത്രമേ ഉള്ളൂ ഹാർട്ട്. ഇത് സാധാരണ നോർമൽ കൊച്ചു സിബാണ്. ഇത് തുറന്നാൽ ഇത്രയും സ്പേസ് ഉണ്ട്. പിന്നെ വലിയ ഒരു 2 ഓറയാണ് വരെ. ഇത് വലിയൊരു ഓറ, ഇത് കുഞ്ഞൊരു ഓറ. ഇത് സ്കെയില് ആവശ്യമില്ലാത്തതൊക്കെ വെക്കാം. കുഞ്ഞോറ പാണ്ടയുടെ പടമാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിന് 100 സംതിങ് ആയിരുന്നു. ഇതിൻ്റെ ബോക്സ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ അത് എൻ്റെ ബാഗിൽ വെച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ടത്. അപ്പോൾ ബോക്സ് ബാഗിൽ കൊള്ളുന്നില്ല, അതാണ് ഞാൻ ബോക്സ് അങ്ങനെ വെച്ചത്. ലാസ്റ്റ് 189 ആണ്. പിന്നെ ഞാൻ എപ്പോഴും ബ്ലാക്ക് ബ്യൂട്ടിയുടെ ഒരു പെൻസിൽ എപ്പോഴും എൻ്റെ പൗച്ചിരിക്കാണ്. പിന്നെ ബാക്കി 2 ഡോംസിൻ്റെ ആയിരിക്കും. ഇപ്പോഴും ഞങ്ങൾ മേടിച്ചു ബ്ലാക്ക് ബ്യൂട്ടിയുടെ ഒരു പെൻസിൽ. പിന്നെ ഇത് നിങ്ങൾ ബ്ലാക്ക് ബ്യൂട്ടി ഉപയോഗിച്ചിട്ടില്ലാത്ത ആളാണെങ്കിൽ ഇത് നിങ്ങൾ മേടിക്കാം. കേഴ്സീവ് ഒക്കെ എഴുതണവർക്ക് ഇത് നല്ലതായിരിക്കും. ബാക്കിൽ എറേസർ ഉണ്ട്. വരുമ്പോൾ തന്നെ ഷാർപ്പനായിട്ടായിരിക്കും വരാം. ഇത് എത്രണ്ണത്തിൻ്റെ സെറ്റാണ്? 10. പിന്നെ അകത്ത് തന്നെ ഷാർപ്പനറും ഉണ്ട്. ഇവിടെ ഷാർപ്പനറും ഉണ്ട്. 10 എണ്ണത്തിൻ്റെ സെറ്റാണ് വരിക. നല്ല ഇതാണ് കേട്ടോ. ഇതേപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ബ്ലാക്ക് ബ്യൂട്ടി ഒന്നിക്കാം. പിന്നെ എനിക്കല്ല, ഇത് എനിക്ക് അടുത്ത വർഷം ചിലപ്പോൾ യൂസ് വരുന്നത്. ഇത് അമ്മയ്ക്ക് അച്ഛനൊക്കെ വേണ്ടിയിട്ടാണ് മേടിച്ചത്. പെൻടോണിക്കിൻ്റെ പെൻ ബ്ലൂ കളറാണ്. അച്ഛൻ ഓഫീസിൽ ഇതാണ് ഉപയോഗിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു അമ്മയ്ക്ക് പെണ്ണ് മേടിക്കണം. അപ്പോൾ എനിക്കും ആവശ്യം വരും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പെണ്ണുകൊണ്ട് എഴുതാറ് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ. ഇത് അച്ഛൻ പറഞ്ഞു, നീ പെൻടോണിക്കിൻ്റെ പെണ്ണ് മേടിക്കൂ, അത് നല്ല സൂപ്പർ പെണ്ണാന്ന് പറഞ്ഞു. അപ്പം അമ്മ പെൻടോണിക്കിൻ്റെ പെണ്ണ് മേടിച്ച് ഞങ്ങൾ എഴുതി നോക്കി. നല്ല സൂപ്പർ പെണ്ണ്. നിങ്ങൾ പെണ്ണ് മേടിക്കുമ്പോൾ പെൻടോണിക് മേടിക്കണം. ഇതിൻ്റെ തന്നെ ടീച്ചർമാർക്ക് റെഡും ഉണ്ട്. ഞാൻ റെഡാണ്, എൻ്റെ ടീച്ചർമാർക്കൊക്കെ റെഡാണ് ഉള്ളത്. പിന്നെ ഞങ്ങൾ ഇത് പുതിയൊരു ഐറ്റം ഉണ്ട്, ഇറേസബിൾ ഹൈലൈറ്റർ. ഇതിന് എത്ര പ്രൈസ്? 150 റുപ്പീസാണ് വരാ. ഇത് ബാക്കിൽ എറേസർ. എത്ര പീസ് ഉണ്ട്? 5 പീസാണ് വരാ. പേസ്റ്റൽ കളേഴ്സ് ആണ് തോന്നുന്നു, പേസ്റ്റൽ ആണെന്ന് തോന്നുന്നു. ഒരു നോർമൽ ഹൈലൈറ്ററിൻ്റെ കളറുണ്ട്, ബാക്കിയെല്ലാം ബ്ലൂ, പച്ച, ചുവപ്പ് അങ്ങനെയൊക്കെയാണ്. ബാക്കിൽ ഇവിടെ എറേസറും വരും. എഴുതിയിട്ട് എറേസ് ചെയ്യാം. പിന്നെ എനിക്ക് ക്രയോൺ മേടിച്ചു. ഇതാണ് എൻ്റെ ക്രയോൺ. ഇത് സ്കൂളിൽ നിന്ന് ക്രയോൺ കിട്ടും, പക്ഷെ അതൊക്കെ അതിന് ഭയങ്കര പൈസയാണ്. അതുകൊണ്ട് ഞങ്ങൾ സെയിം സാധനം പുറത്തുനിന്ന് മേടിച്ചു. ഇതിന് എത്ര 60 റുപ്പീസാണ്. ഓഫറാണ്. ഇതിനും ഓഫറാണ്. ഇത് പോലീസ് സ്റ്റാമ്പിന് കേട്ടോ മേടിച്ചത്. ഇതിൻ്റെ അകത്തൊരു കട്ടർ വരും. 14 കളേഴ്സാണ് വരിക, ഇൻക്ലൂഡഡ് സിൽവർ ആൻഡ് ഗോൾഡ്. പിന്നെ എനിക്ക്
44 പേജ് ഇതിന് വരും. ഇതിനും 5 രൂപ 44 പേജുമാണ്. നല്ല ഭംഗിയല്ലേ? ഇത് ഞങ്ങള് തവാനിന്നാണ് മേടിച്ചത്. ഇതിന് 15 രൂപയാണ്. ഇതിന് എത്ര പേജ് വരും? 148 പേജ് വരും. 148 പേജ് വരും. ഇത് നല്ലൊരു യൂണിക്കോൺ വൈബായതാണ് ഞാൻ മേടിച്ചത്. നല്ല ഭംഗിയാണ്. ബാക്കിൽ നമ്പറൊക്കെ എഴുതാം. പിന്നെ ഇത് എനിക്കൊരു സെറ്റിൻ്റെ കൂടെ കിട്ടിയതാണ്. പെൻഗ്വിനിൻ്റെ. ഇതിൻ്റെ അകത്ത് ഞാൻ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. എനിക്ക് സ്റ്റിച്ചിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു. ഇതൊരു ക്ലിയർ ഇതാണ്. ഇതിൻ്റെ കൂടെ പെൻസിലൊക്കെ കിട്ടും. പിന്നെ ഷാർപ്പ്നറാണ്. ഇത് പുതിയ പൗച്ചല്ല. ഇതിനകത്ത് ഞാൻ എല്ലാം സെറ്റ്. ഇത് കണ്ടോ? ഇത് ഞങ്ങളുടെ എൻ്റെ പുതിയ എറൈസറാണ്. ഇങ്ങനെ ആക്കിയ എറൈസർ വരും. ഇങ്ങനെ ആക്കിയ എറൈസർ അകത്തോട്ട് വരും. പിന്നെ ഇതെൻ്റെ ഇത് 40 or 50 റുപ്പീസ് ആയിരുന്നു. ഞങ്ങൾ മേളയ്ക്ക് പോയപ്പോൾ മേടിച്ചതാ. പിന്നെ ഇത് ഞങ്ങളുടെ കട്ടർ. ഇതിൻ്റെ പേര് പൊഗാച്ചോ. എന്താണ് പൊച്ചാക്കോ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു സാൻഡ്രിയോ ക്യാരക്ടറാണ്. ഇങ്ങനെ ആക്കിയ എറൈസർ വരും. ഇങ്ങനെ ആക്കിയ എറൈസർ അകത്തോട്ട് പോകും. ഇതൊരു കട്ടറാണ്. ഇത് എനിക്ക് ആവശ്യമുള്ള ഒരു കട്ടറാ. ഇങ്ങനെ തൊടുക. ഇങ്ങനെ ഊരിയ പൊടി എടുത്ത് കളയാം. പക്ഷെ ഊരണില്ല. അങ്ങനെ ഊരില്ലെന്ന് ഊരിയത് കിട്ടാൻ യൂസാണ്. പിന്നെ ഇത് സ്കെയില്. ഒരു പർപ്പിൾ കളർ സ്കെയിലാണ്. ഇതിലും സ്റ്റിച്ചിൻ്റെ ഏഞ്ചലോൻ്റെയും പടമൊക്കെ ഞാൻ സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പേന. ഇതും സ്കെയിലും ഒരു ഇതിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് പേന 50 ഉപയോഗമില്ല. എന്നാലും ഇരിക്കട്ടോ. 2 പെൻസില് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ പെൻഗ്വിൻ ബുക്കിൻ്റെ അതിൻ്റെ കിറ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ.